Hello, today we'll start with a new module, Module 4, Amino Acids and Proteins. അപ്പോൾ ഇതാണ് നിങ്ങളുടെ Module 4ൻ്റെ സിലബസ്. അമിനോ ആസിഡ്സും പ്രോട്ടീൻസും എന്നുള്ള ചാപ്റ്ററിൽ അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്, സിന്തസിസ് ഓഫ് ഗ്ലൈസിൻ, എലാനിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ, പോളിപെപ്റ്റൈഡ്സ് ആൻഡ് പ്രോട്ടീൻസ്, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വിൽ സി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. ഓക്കെ, അപ്പോൾ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമിനോ ആസിഡ്സ് ആർ മോളിക്യൂൾസ് കണ്ടെയ്നിങ് അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ഒരേ മോളിക്യൂളിൽ വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് അമിനോ ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOH ഗ്രൂപ്പ്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഒരേ മോളിക്യൂളിൽ വരികയാണെങ്കിൽ അതിനെ അമിനോ ആസിഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം ദേ ആർ കൺസിഡേർഡ് ആസ് ഡെറിവേറ്റീവ്സ് ഓഫ് ആസിഡ്സ്. ആസിഡ്സ് കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്നിങ് അമിനോ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പറയുക, അല്ലാതെ അമീൻസ് കണ്ടെയ്നിങ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്ന് പറയാറില്ല. ഓക്കെ, ഇനി അമിനോ ഗ്രൂപ്പ് ബേസിക് ആണ്, കാർബോക്സിലിക് ആസിഡ് അസിഡിക് ആണ്. ഇത് രണ്ടും ഒരേ മോളിക്യൂളിൽ തന്നെ പ്രസന്റ് ആയതുകൊണ്ട് ദേ ആർ ജനറലി ന്യൂട്രൽ മോളിക്യൂൾസ്. ഓക്കെ, ഇനി ഈ അമിനോ ആസിഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. എല്ലാ ആനിമൽ ബോഡിയും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്സ്. ദേ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ സെവറൽ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ഫങ്ഷൻസ് ഇൻ എ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് ബയോളജിക്കൽ കെമിക്കൽ ഫങ്ഷൻസ് ഉള്ള സാധനങ്ങളാണ് ഈ അമിനോ ആസിഡ്സ്. ദേ ആർ നെസസറി ഇൻഗ്രീഡിയൻസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതിൻ്റെ കാര്യം പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് അത് അത്യാവശ്യമാണ്. There are about 300 amino acids which occur in nature. ഏകദേശം 300ഓളം അമിനോ ആസിഡ്സ് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതാണ് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു അമിനോ ആസിഡ്സ്. അപ്പം നമുക്ക് പല ഡിഫറെൻറ്റ് അമിനോ ആസിഡുകൾ, നമ്മൾ പറഞ്ഞു 300ഓളം അമിനോ ആസിഡുകളുണ്ട്. അപ്പം അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറുകളെല്ലാം കൂടെ ഒരു ചാർട്ടിൽ ഇതിനകത്ത് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൈസീൻ ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലൈസീൻ, അപ്പം അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് NH2 ഗ്രൂപ്പും ഉണ്ട്, പിന്നെന്തുണ്ട്? COOH ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അപ്പം ഈ COH ഗ്രൂപ്പ് ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു കാർബണിലേക്കാണ്, അല്ലേ? ഓക്കെ, ഇനി ഈ കാർബണിൽ വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂൻറ്റും ഇല്ല, CH2 ആണെന്ന് വിചാരിക്കുക. അപ്പം ദിസ് ഈസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് കണ്ടെയ്നിങ് 2 കാർബൺ ആറ്റംസ്. ഒരു കാർബൺ ആറ്റം മാത്രമുള്ള അമിനോ ആസിഡ്സ് ഉണ്ടാവില്ല, മിനിമം 2 കാർബൺ ആറ്റം എങ്കിലും ഉണ്ടാവണം ഒരു അമിനോ ആസിഡിൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അമിനോ ആസിഡാണ് ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഗ്ലൈസീൻ. ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഈസ് ഗ്ലൈസീൻ. ഓക്കെ, ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ഒരു CH2 ഗ്രൂപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള അമിനോ ആസിഡ്. ഇനി ഒരു CH2 കൂടെ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു CH2, അതിലോട്ട് NH2 കണക്ട് ചെയ്തിട്ടുണ്ട്, COOHും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു ഹൈഡ്രജൻ മാറി അവിടെ വേറൊരു CH2 ഗ്രൂപ്പ് വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ നെക്സ്റ്റ് amino acid and it is called alanine. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൈസീൻ ആണ്. നെക്സ്റ്റ് ഹയർ അമിനോ ആസിഡ് അലാനിൻ ആണ്. അലാനിനിൽ 3 കാർബൺ ഉണ്ട്. ഒരു COH ഗ്രൂപ്പിൻ്റെ കാർബണും 2 CH ഗ്രൂപ്പിൻ്റെ കാർബണും വരുന്നതാണ്. സോറി, അപ്പോൾ ഇവിടെ CH2 അല്ല കേട്ടോ, ഇവിടെ CH3 ആണ് വരിക, CH3. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് അലാനിൻ. ഗ്ലൈസീൻ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, നെക്സ്റ്റ് ഇസ് അലാനിൻ. ഈ അലാനിൻ
രണ്ട് വകഭേദങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് NH2 ഉം COH ഉം സെയിം കാർബണിലോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സപ്പോസ് NH2 is attached to one carbon and the COH group is attached to the next carbon. അപ്പോൾ this is also a carboxylic acid containing 3 carbon atoms and this is also alanine, but it is now called beta alanine. ഓക്കെ, അതെന്തുകൊണ്ടാണ്? കാർബോക്സിൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബണെ നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കും, നെക്സ്റ്റ് കാർബണെ ബീറ്റ കാർബൺ എന്ന് വിളിക്കും. അപ്പോൾ ബീറ്റ കാർബണിലാണ് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദിസ് ഇസ് ബീറ്റ അലാനിൻ. വാട്ട് അബൌട്ട് ദിസ് അലാനിൻ? COH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ കാർബണിലോട്ട് തന്നെയാണ് NH2 ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹെൻസ് ദിസ് ഇസ് കോൾഡ് ആൽഫ അലാനിൻ. അപ്പോൾ അലാനിൻ രണ്ട് തരമുണ്ട്, ആൽഫ അലാനിനും ഉണ്ടാകാം, ബീറ്റ അലാനിനും ഉണ്ടാകാം. അപ്പോൾ ഈ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാം, സിംപ്ലസ്റ്റ് ഗ്ലൈസീനാണ്, പിന്നത്തത് അലാനിനാണ്. ഇനി 3 കാർബണാറ്റം വന്നാൽ 3 കാർബണാറ്റം കഴിഞ്ഞ് അടുത്ത 4 കാർബണാറ്റം വരുന്നത് വാലീൻ. പിന്നെ ഓരോ കാർബൺ ആറ്റംസ് കൂടുന്നതനുസരിച്ച് പേര് ഇങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ അടുത്തത് ഇവിടെയൊക്കെ നോക്കിയേ, ഇതിനകത്ത് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇതിനകത്തൊരു SH ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ വരുമ്പോൾ 2 COH ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് പോസിബിൾ ആണ്. അപ്പോൾ ഈ ഇതിൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കേണ്ടതായ ചില അമിനോ ആസിഡുകളാണ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ദേ ഓൾ കണ്ടെയ്ൻ സൾഫർ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഗീവ് ദ നെയിംസ് ഓഫ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്. എന്തൊക്കെയാണ്? സിസ്റ്റീൻ ഉണ്ട്, സിസ്റ്റൈൻ ഉണ്ട്, മെത്യോനിൻ ഉണ്ട്. ഓക്കെ, സിസ്റ്റീൻ എന്ന് പറയുന്നതാണ് ശരിക്കും അമിനോ ആസിഡ്, അതിൻ്റെ ഡൈമറാണ് സിസ്റ്റൈൻ. ഓക്കെ, ഇത് ഡൈമറൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ സിസ്റ്റൈൻ. ഇതെന്തുവാണ്? ഇത് മെത്യോനിൻ. ഓക്കെ, SH പകരം SCH3 വന്നിരിക്കുന്നതാണ് മെത്യോനിൻ. ഓക്കെ, അപ്പോൾ ദീസ് ആർ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്, സിസ്റ്റീൻ, സിസ്റ്റൈൻ ആൻഡ് മെത്യോനിൻ. ഇനി നമുക്ക് ഈ സ്ലൈഡ് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ CONH, അത് നമുക്ക് ഇത് സ്വിറ്റ് അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇവിടെ COH ആണെന്ന് വിചാരിക്കുക, ഇവിടെ NH2 ആണെന്ന് വിചാരിക്കുക. അപ്പം ഇതിനകത്ത് വേറെ എന്തും കൂടി ഉണ്ട്, ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ദീസ് ആർ അമിനോ ആസിഡ്സ് വിച്ച് കണ്ടെയ്ൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. COHും NH2 കൂടാതെ വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണ് ഹൈഡ്രോക്സിൽ OH ഗ്രൂപ്പ്. അതാണ് സെറീൻ, ത്രിയോനീൻ ആൻഡ് ടൈറോസിൻ. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡുകൾ ഏതൊക്കെയായിരുന്നു? സിസ്റ്റീൻ, സിസ്റ്റൈൻ ആൻഡ് മെത്യോനിൻ. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് സെറീൻ, ത്രിയോനിൻ ആൻഡ് ടൈറോസിൻ. ഇനി നമുക്ക് ഇത്രയും ഒരു ബേസിക് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്കിനി ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സിലേക്ക് പോകാം. അമിനോ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ് മെയിൻലി into three types. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ തന്നെ 3 തരത്തിൽ നടത്തിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് NH2 ഗ്രൂപ്പ്, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ അമിനോ ആസിഡ്, ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ ഓഫ് അമിനോ ആസിഡ്. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. ഇതുകൂടാതെ വീണ്ടും ഒരുപാട് തരം ക്ലാസിഫിക്കേഷൻസ് വരും, പക്ഷേ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 തരത്തിലാണ്. പൊസിഷൻ ഓഫ് NH2 ഗ്രൂപ്പ്, ബേസ്ഡ് ഓൺ ദ നേച്ചർ ആൻഡ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ. Based on the position of NH2 group, amino acids are classified as alpha amino acids, beta amino acids and gamma amino acids. നമ്മൾ ആൽഫ അമിനോ ആസിഡിന് എക്സാമ്പിൾ കണ്ടു, ആൽഫ അലാനിൻ. ബീറ്റ അമിനോ ആസിഡിന് എക്സാമ്പിൾ കണ്ടു, ബീറ്റ അലാനിൻ. അതുപോലെ ഗാമ അമിനോ ആസിഡുകളും ഉണ്ട്, പക്ഷെ അത് അത്ര കോമൺ അല്ല. ആൽഫ അമിനോ ആസിഡ് എന്ന് വെച്ചാൽ കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അതേ കാർബണിൽ ആണ് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണെ നമ്മൾ ആൽഫ എന്ന് വിളിക്കും. ആൽഫ കാർബണിൽ NH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ആൽഫ അമിനോ ആസിഡ്. ഇവിടെ ബീറ്റ കാർബണിലാണ്, ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബണിലാണ് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് ബീറ്റ അമിനോ ആസിഡ്. ഈ കേസിലോ
ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ഗാമ കാർബണിലാണ് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഗാമ അമിനോ ആസിഡ്. ഇനി ബേസ്ഡ് ഓൺ ദ നേച്ചർ അമിനോ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ന്യൂട്രൽ, അസിഡിക് ആൻഡ് ബേസിക്. ഒരു അമിനോ ആസിഡിൽ ഈക്വൽ നമ്പർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പും NH2 ഗ്രൂപ്പ്സും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ന്യൂട്രൽ. എക്സാമ്പിൾസ് ആണ് ഗ്ലൈസീനും അലാനിനും. നമ്മൾ നേരത്തെ സ്ട്രക്ചർ കണ്ടായിരുന്നു. സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ്. ഒരു NH2 ഗ്രൂപ്പും ഒരു COH ഗ്രൂപ്പേ ഉള്ളൂ. അലാനിൽ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. ഒരു NH2 ഉം ഒരു COH ഗ്രൂപ്പേ ഉള്ളൂ. അപ്പൊ ദേ ആർ ന്യൂട്രൽ അമിനോ ആസിഡ്സ്. ഇനി അസിഡിക് അമിനോ ആസിഡ്സ് ഉണ്ട്. They have more carboxyl groups than amino groups. ഒരു അമിനോ ആസിഡിൽ ഒന്നിലധികം കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ അസിഡിക് അമിനോ ആസിഡ്സ് എന്ന് പറയും. എക്സാമ്പിൾസ് ആണ് അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും. ഇതാണ് അസ്പാർട്ടിക് ആസിഡ്. നോക്കൂ, ഇവിടെ COH, ആൽഫ കാർബൺ. അപ്പൊ ഇത് അമിനോ ആസിഡിന്റെ മെയിൻ പാർട്ട്. ഇവിടെ ആൽഫ കാർബണിലെ സബ്സ്റ്റിറ്റ്യൂന്റ് CH2COH and this is aspartic acid. Glutamic acid ആവുമ്പോൾ എന്ത് പറ്റും? ഒരു CH2 കൂടെ ആഡ് ചെയ്യും, എന്നിട്ട് COH ഗ്രൂപ്പ് വരുന്നു. 2 COH ഗ്രൂപ്പ് വരുന്നതാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഇനി ബേസിക് അമിനോ ആസിഡ്സ് ആവും. They have more amino groups than carboxyl groups. അപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പ്സിനേക്കാൾ കൂടുതൽ അമിനോ ഗ്രൂപ്പ്സ് ഉള്ള അമിനോ ആസിഡുകളെയാണ് ബേസിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ ലൈസീൻ, ആർജിനീൻ ആൻഡ് ഹിസ്റ്റഡീൻ. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. അപ്പൊ ഇവിടെ നോക്ക്, ഇത് ബേസിക് അമിനോ ആസിഡ് യൂണിറ്റ്. ഇവിടെ ആൽഫ കാർബണിൽ CH2 ഒരു NH2 ഗ്രൂപ്പ് കൂടെ വന്നു. ആൻഡ് ഹെൻസ് ദിസ് ഇസ് ബേസിക് ഇൻ നേച്ചർ, ദാറ്റ് ഈസ് ലൈസീൻ. അപ്പൊ 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റമുള്ള മോളിക്യൂളാണ് ലൈസിൻ. ആർജിനീൻ ആണെങ്കിൽ എന്താ വ്യത്യാസം? അതൊരു ഇമീനാണ്. അപ്പൊ NH2 ഗ്രൂപ്പും ഉണ്ട്, NH ഗ്രൂപ്പും ഉണ്ട്. ഇവിടെ 2 NH ഗ്രൂപ്പും ഉണ്ട്, ഒരു NH2 ഗ്രൂപ്പും എക്സ്ട്രാ NH2 ഗ്രൂപ്പും കൂടെ ഉണ്ട്. ദിസ് ഇസ് ആർജിനീൻ. ഇറ്റ് ഈസ് ബേസിക് ഇൻ നേച്ചർ. ഇവിടെ നോക്കൂ, ഇതൊരു ഹിസ്റ്റഡീൻ. ഹിസ്റ്റഡീൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെട്രോസൈക്ലിക് റിംഗ് ആണ്. ഹിസ്റ്റഡീൻ മോളിക്യൂള് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നു. ഈ ഒരു റിംഗ് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നു ആൻഡ് ദാറ്റ് ഇസ് ഹിസ്റ്റഡീൻ. ആ അമിനോ ആസിഡിന് പറയുന്ന പേരാണ് ഹിസ്റ്റഡീൻ. അങ്ങനെ 3 അമിനോ ആസിഡ്സ് വിച്ച് ആർ ബേസിക് ഇൻ നേച്ചർ ആർ ലൈസീൻ, ആർജിനീൻ ആൻഡ് ഹിസ്റ്റഡീൻ. അപ്പൊ ഈ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കാം. അപ്പൊ ബേസ്ഡ് ഓൺ നേച്ചർ, neutral amino acids, acidic amino acids and basic amino acids. അടുത്തത് based on the function. അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് amino acids are classified as essential amino acids and non-essential amino acids. Essential amino acids are those which cannot be synthesized by animals and should be supplied through diet. ഒരു ആനിമൽ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത അമിനോ ആസിഡിനെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് വാലീൻ, ല്യൂസീൻ, ഫിനാൽ, അലാനിൻ. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ ദോസ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ ആനിമൽസ്. അതിന് എക്സാമ്പിൾ ആണ് ഗ്ലൈസീനും അലാനിനും. ഇതുകൂടാതെ വേറെ തരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പോളാർ, നോൺ പോളാർ എന്നൊക്കെ പറഞ്ഞ് വേറെയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമ്മളത് ഇവിടെ പഠിക്കുന്നില്ല. മെയിനായിട്ട് ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് പറയാനുള്ളത്. ബേസ്ഡ് ഓൺ ഫങ്ഷൻ, ബേസ്ഡ് ഓൺ നേച്ചർ ആൻഡ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് the NH2 groups. Okay, ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്.